Hello guys, welcome back to my YouTube channel Josh Talk. So today നമ്മൾ വീഡിയോ എടുക്കുന്ന പൊസിഷനും കാര്യങ്ങളൊന്നും ഒട്ടുമേ ശരിയല്ല എന്ന് എനിക്കറിയാം. കാരണം പിന്നെ ഞാൻ വിചാരിച്ചപ്പം ഈ വീഡിയോ ഒന്നും നമ്മൾ ചിലപ്പം പുറത്ത് വിടില്ല. ഇറ്റ് വിൽ കീപ് പ്രൈവറ്റ് ഇൻ ദ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഈ വീഡിയോ മിക്കവാറും വെക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ വീഡിയോ നമ്മൾ റിവീൽ ചെയ്യുന്നത് ഈ വീഡിയോ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോനെ നമ്മളിന്ന് പുറം ലോകം കാണിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇപ്പം നമുക്കൊരു 30 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് 1 കോടിയും ഒരു 35 വയസ്സൊക്കെ ആകുമ്പോൾ 2-3 കോടിയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുള്ള ഉപകാരങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ഒക്കെ റിലീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ യഥാർത്ഥ ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു 5-10 വർഷം കഴിയുമ്പോഴായിരിക്കും. സോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. സോ ആ സമയത്ത് നമ്മുടെ അടുത്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ ക്ലാരിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഫോർ നൗ it's just for some recording purpose to check how long-term investment is going to help us in the long term itself. Okay, so without wasting a lot of time, we can see our this month portfolio. That is, today we are reviewing the June 2025 portfolio. Okay, so let me share my screen and we can see. Here we go. Yeah, I hope you're able to see my screen. Yes. സോ ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് ഇവിടെ ഡേറ്റ് ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട് 2025-6-1, അതായത് ജൂൺ ഫസ്റ്റിലെ ഇൻവെസ്റ്റഡ് എമൗണ്ട് അന്നത്തെ പ്രസന്റ് വാല്യൂ റിയലിസ്റ്റിക് അൺറിയലിസ്റ്റിക് പ്രോഫിറ്റ് ഒക്കെയാണ് കാണുന്നത്. അതായത് നമ്മൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജൂൺ ഫസ്റ്റിലെ എമൗണ്ട് എന്ന് പറയുന്നത് 16,48,801 രൂപയായിരുന്നു. ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ മാസത്തെ ഏത് മാസമാണിത്? ജൂലൈ ഫസ്റ്റിലെ നമ്മുടെ പോർട്ട്ഫോളിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ജൂലൈ ഫസ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 17,35,101.30 ആയിരിക്കുകയാണ്. നമ്മുടെ പ്രസന്റ് വാല്യൂ കൂടിയിട്ടുണ്ട്. 18,46,422 ആയിട്ടുണ്ട്. അൺറിയലിസ്റ്റിക് പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. 1,11,320 രൂപയായിട്ടുണ്ട്. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് ജൂൺ, ദിസ് ഈസ് ജൂലൈ ഫസ്റ്റ്. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോ ഏതായാലും കൂടിയിട്ടുണ്ട്, നമ്മുടെ പോർട്ട്ഫോളിയോ ഏതായാലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ജൂൺ 2025 എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ഗുഡ് റിക്കവറിംഗ് മന്ത്. ഫ്രം ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ മെയ് തൊട്ട് പതുക്കെ റിക്കവറിംഗ് സ്റ്റാർട്ട് ചെയ്തു. ജൂണിലും ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് growing in the sharp way, but still it's growing. So it's when we are taking the portfolio, it is a little bit happy, but at the same time എനിക്ക് ദുഃഖവും തോന്നാറുണ്ട്. I also feel very sad when I see the stocks are going up and up. Why? Because it's our investing period, right? So investing period നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകുന്നത് for personally I am not at all happy. So ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സ്റ്റോക്സ് കയറി പോകുന്നത് I am so much happy. But ഈ മാസമാണെങ്കിൽ ഞാനൊരു 2-3 സ്റ്റോക്കിൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സ്റ്റോക്ക് കയറി പോകുന്നു. സോ ഐ ആം നോട്ട് വെരി ഗുഡ് ടു സീ ദാറ്റ്. ആൻഡ് ഓൾസോ ഇറാൻ വാറൊക്കെ വരുമ്പോൾ അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ താഴേക്ക് വരട്ടെ. ഫണ്ടമെന്റലി ഗുഡ് ആയിട്ടുള്ള സ്റ്റോക്സ് എനിവേ ഇറ്റ് വിൽ ഗോ അപ്പ് ഇൻ ദ ഫ്യൂച്ചർ ഇസ് ദ സ്ട്രോങ് ബിലീവ് ഐ ആം ഹാവിംഗ്. Okay, so that's a positive message that I have to share with you. Even stock market is coming down due to various reasons, various global reasons and all. ഇപ്പം ഇറാനിലും ഇസ്രായേലിലൊക്കെ വാർ നടന്നു വിചാരിച്ചുകൊണ്ട് ഇന്ത്യയിലെ കമ്പനികൾക്കൊന്നും അതിനെ വളരെ സാരമായ രീതിയിലൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് കുറച്ച് ഷോർട്ട് ടൈമിൽ ഒരു 5-6 മാസത്തേക്ക് താഴേക്ക് വന്നാൽ ഇത് കയറി പൊക്കോളും 100% ഷുവർ. സോ അതുപോലത്തെ റീസൺസ് കാരണം താഴ്ന്നു പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് for the stock market investors. Okay, let's quickly see the stocks that we are having in our portfolio this month. Okay, so before that നമ്മൾ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നപ്പം രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 86,299 രൂപയാണ് നമ്മൾ ഈ മാസം ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൂടിയിട്ടുള്ള എമൗണ്ട്. ഇതിനകത്ത് കുറച്ച് സ്റ്റോക്ക് വിറ്റ എമൗണ്ടും കൂടെ ഉണ്ട് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ സ്റ്റിൽ വി ക്യാൻ സി 5 പൈസ is still here with negative 5 പൈസ എന്ത് ചെയ്തിട്ട് അങ്ങ് കയറുന്നില്ല. നമ്മുടെ ബന്ധൻ ബാങ്ക് ഒക്കെ കുറച്ച് കയറിയിട്ടുണ്ട്.
3% ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു ബന്ധൻ ബാങ്ക് ഒക്കെ നമ്മൾ ലാഭം കിട്ടി അപ്പം തന്നെ വിൽക്കുന്നു. പക്ഷേ ഞാൻ ഇത്രയും നാളെ തന്നെ വെയിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് കുറച്ച് ഗ്രീഡി ആയിട്ടുണ്ട് ഞാൻ. സോ കുറച്ചും കൂടെ ലാഭം കിട്ടിയിട്ട് വിൽക്കാം, ഒരു 10% വിൽക്കാം എന്നുള്ള ഗ്രീഡിനെസ്സിലേക്ക് ഞാൻ വളരെ മാറിയിട്ടുണ്ട്. സോ 10% ആയി കഴിഞ്ഞാൽ മിക്കവാറും അത് വിൽക്കും. CG പവർ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സാധനമാണ്. കാരണം ഞാൻ ബൈ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 50,000 കടന്നു. സോ 50,000 കടക്കുന്നതിനകത്തൊന്നും ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഐ വിൽ കീപ് ദീസ് തിങ്സ് ഫോർ ദ ലോങ് ടൈം. ദെൻ നമ്മുടെ EMS ലിമിറ്റഡ് ഉണ്ട്, വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള EMS ലിമിറ്റഡ്. അത് നെഗറ്റീവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 50,000 കഴിഞ്ഞുകൊണ്ട് വളരെ കുറച്ച് എമൗണ്ടിൽ ആഡ് ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത സ്റ്റോക്ക് ആയിരുന്നു എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക്. സോ അതാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അത് കയറി പോകുന്നത് 5-6-7% അത് കയറിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 21,000 ആയിട്ടുണ്ട്. ഇനി നമുക്ക് 50,000 വരെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇത് താഴേക്ക് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദെൻ HDBC, ഇത് നമ്മുടെ ഒരു IPO എടുത്തിട്ടുള്ള ഒരു സാധനമായിരുന്നു. IPO എടുത്ത സാധനമാണ്. നമ്മുടെ HDFC ബാങ്കിന്റെ ഫിനാൻസിന്റെ എന്തോ ഒരു സാധനമാണിത്. നമ്മൾ IPO കിട്ടി, നമുക്കൊരു 2,300 രൂപയാണ് നമുക്ക് ആ IPOയിലൂടെ ലാഭം കിട്ടിയിരിക്കുന്നത്. സോ എങ്ങനെയാണ് IPOയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും IPO കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ IPOs ആണ് ലൈവായിട്ടുള്ളത്, അതിന്റെ GMP എത്രയാണ്, ഗ്രേ മാർക്കറ്റ് പ്രീമിയം എത്രയാണെന്നുള്ളതിന്റെ ഫുൾ വീഡിയോസും എങ്ങനെ IPO അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോ അത് കാണാത്തവർ അത് പോയി കാണുക. ഓക്കെ, സോ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ IDFC ഫസ്റ്റ് ബാങ്ക് ഒക്കെ കുറേ നാളുകൾക്ക് ശേഷം ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. സോ ഹാപ്പി ടു സി. നമ്മുടെ ഇൻഡിഗോ പെയിന്റ്സ് നഷ്ടത്തിലേക്ക് തന്നെ പോവാണ്. പക്ഷേ നഷ്ടത്തിൽ 25% നഷ്ടം ഉണ്ടായത് 11% ആയി എന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് പോസിറ്റീവ് തിങ്. IFC നഷ്ടത്തിൽ തന്നെയാണ്, പക്ഷേ നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല. നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത FMCG സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കാണ് ITC എന്ന് പറയുന്നത്. സോ അത് നഷ്ടത്തിൽ തന്നെയാണ്. അത് ഇനിയും നഷ്ടത്തിലേക്ക് പോട്ടെ. കാരണം നമ്മൾ 3,000 രൂപയെ ബൈ ചെയ്തിട്ടുള്ള 50,000 രൂപ ബൈ ചെയ്യുന്നതിന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദെൻ ജിയോ ഫിനാൻസും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. 30% നഷ്ടം കാണിച്ച സ്ഥലത്താണ് ഇപ്പോൾ 2% ലാഭമായിട്ട് കാണിക്കുന്നത്. സോ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത സ്റ്റോക്കാണ് JWL, ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ്. അത് ഇപ്പം ഇറ്റ്സ് എ ഗുഡ്, നമ്മൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. 33,000 രൂപയായിട്ടുള്ളൂ. ദെൻ നമ്മൾ നെറോലാക് പെയിന്റ്സ് സ്റ്റിൽ നഷ്ടത്തിലാണ്, ലാഭം കിട്ടിയ അപ്പം ഇവനെ ഞാൻ വിട്ടിട്ട് പോകും. നെറോലാക് പെയിന്റ്സ് LIC നമ്മുടെ വെരി ഫേവറേറ്റ് സ്റ്റോക്കാണ്, ലാഭത്തിലാണ്. ഇൻവെസ്റ്റ്മെന്റ് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണിത്. ദെൻ മാക്സ് ഹെൽത്ത് 30,000 ആകുമ്പോൾ തന്നെ 26% ലാഭത്തിലായതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ട സ്റ്റോക്കാണ്. സോ ഐ എം തിങ്കിങ് അബൌട്ട് ടു ഡു വാട്ട് ടു ഡു വെദർ ഷുഡ് ഐ ഇൻക്രീസ് ദ ഇൻവെസ്റ്റഡ് എമൗണ്ട് ടു 50,000 ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ തീരുമാനം എടുത്തിട്ടില്ല. ദെൻ നാപ്റ്റോ ഫാർമ 30% നഷ്ടം നടത്തി കാണിച്ചുകൊണ്ടിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 11% തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ദെൻ NCC 2% നഷ്ടത്തിലാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത സ്റ്റോക്കാണ്. ദെൻ NHPC ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ ഇത് ഞാൻ മാക്സ് ഹെൽത്ത് പോലെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് 50,000 രൂപ ഇൻവെസ്റ്റഡ് എമൗണ്ട് ആക്കണോ വേണ്ടി എന്നുള്ള കാര്യം. ദെൻ നിതിൻ സ്പിൻസ് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്ക് ഞാൻ ഇൻവെസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. 50,000 വരെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ദെൻ NTPC ഞാൻ വിൽക്കും. പവർ ഗ്രിഡ് ഞാൻ വിൽക്കും. പ്രാജ് ഇൻഡസ്ട്രീസ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ അഗ്രസീവായിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു മാസത്തോളം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോക്ക് ഫോർ ദ ലോങ് ടൈം. ഇൻവെസ്റ്റിംഗ് കണ്ടിന്യൂ ആണ്. അതിലൂടെ ഇഷ്ടപ്പെട്ട സ്റ്റോക്ക് RVNL സ്റ്റിൽ ഹിയർ വിത്ത് 34% ലാഭം. ഞാൻ കുറച്ചൊക്കെ കുറയുവാണ്, ഇനി ഞാൻ മേടിക്കും ഇത് RVNL. ദെൻ സമാൻ ക്യാപിറ്റൽ, മൈ ഗോഡ്, I don't know what to do, but it is കുറച്ച് ഗുഡ് ഫണ്ടമെന്റൽസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു റിസ്കി ടേക്ക് ആയിരുന്നു. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരുന്നു സമാൻ ക്യാപിറ്റൽ. വി ആർ കീപ്പിംഗ് ഫോർ ദ ഗുഡ് തിങ്സ് ടു ഹാപ്പൻ. ബിക്കോസ് നമ്മൾ മേടിക്കുമ്പോൾ ഒരു 2-3 വർഷമെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ടേ സ്റ്റോക്കൊക്കെ മേടിക്കാൻ. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് it's a good stock for me to learn more about the stock market, because നമ്മൾ ഇതിനെപ്പറ്റി കമ്പനിയെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ ഗുഡ് കമ്പനി എന്ന് നമുക്ക് തോന്നി. ബട്ട് റീസെന്റ് നമുക്ക് കുറച്ച് നാൾ കൂടെ വെയിറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ലാഭം ഉണ്ടാവും. സോ ഇറ്റ് ഈസ് എ ലേണിംഗ് തിങ് ഫോർ മീ. ടാറ്റ മോട്ടോഴ്സ് നഷ്ടത്തിലാണ്. ബട്ട് വി ആർ കീപ്പിംഗ്. ടാറ്റ പവർ സ്ട്രോങ് സ്റ്റോക്ക്, ലാഭത്തിലാണ്. ടാറ്റ സ്റ്റീൽ സ്ട്രോങ് സ്റ്റോക്കാണ്. നമ്മുടെ ഉജ്ജീവൻ യൂണിയൻ ബാങ്ക്, ഇതിന് രണ്ടിനെ ഞാൻ എപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് ആയിരുന്നു ഇത് രണ്ടും. പക്ഷേ ഇത് 2 ലാഭത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ വിപ്രോ സ്ഥിരമായിട്ട് നമ്മുടെ ലാഭത്തിലുള്ള സ്റ്റോക്കാണ് വിപ്രോ. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ നമ്മുടെ ന്യൂ ആയിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് 3 കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരെണ്ണമാണ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. പിന്നെ PGIM ഇന്ത്യ മിഡ് ക്യാപ് ഫണ്ട് പുതിയതായിട്ട് ആഡ് ചെയ്ത സ്റ്റോക്കാണ്. ഒരു സ്റ്റോക്ക് കൂടി ഉണ്ടായിരുന്നു, ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട്. ഈ 3 നമ്മൾ പുതിയതായിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ആഡ് ചെയ്തിട്ടുള്ള 3 മ്യൂച്വൽ ഫണ്ട്സ്. ബിക്കോസ് നമ്മുടെ പഴയ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന 3 മ്യൂച്വൽ ഫണ്ട് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റഡ് എമൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പുതിയ 3 മ്യൂച്വൽ ഫണ്ട് എടുക്കുവാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ജൂലൈ ഫസ്റ്റിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ റിവ്യൂവിംഗ് വീഡിയോ ആണിത്.
സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഈ വീഡിയോയുടെ പ്രാധാന്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ഇത് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇതാരും കാണാൻ ചാൻസ് ഇല്ല, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിപ്പം ജൂലൈയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എപ്പോഴും റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ബൈ ബൈ.